കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഗൂണ്ട കുടിപ്പക കൊലപാതകത്തിൽ ഒരാൾ കൂടി പിടിയിലായി. കൊലപാതക സംഘത്തിലുണ്ടായിരുന്ന സോനുവാണ് പിടിയിലായത്. അരുൺരാജ് കൊല്ലത്ത് നിന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺരാജ്, സോനു എവിടെ നിന്നാണ് പിടിയിലായത്? ഈ കൃത്യത്തിൽ എന്താണ് സോനുവിന്റെ പങ്ക്? ഒപ്പം ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് എത്ര പേർ പിടിയിലാകാനുണ്ട്? പ്രജിൻ, കരുനാഗപ്പള്ളിയിൽ ജിം സന്തോഷിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട 6 പേരെയാണ് പോലീസ് തിരയുന്നത്. ഈ കേസിൽ ഇനി 2 പേരെ കൂടി പോലീസിന് ലഭിക്കാനുണ്ട്. മറ്റൊരാൾ ഈ കേസിലെ മുഖ്യ പങ്ക് വഹിച്ച മുഖ്യ സൂത്രധാരൻ എന്ന് കരുതുന്ന പങ്കജാണ്. അയാളെ കുറിച്ച് പോലീസ് അവസാന ഘട്ടത്തിൽ മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കുക എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. കൃത്യനിർവഹണത്തിൽ നേരിട്ട് പങ്കെടുത്ത സോനുവാണ് ഇപ്പോൾ ഓച്ചിറ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഓച്ചിറ സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ വള്ളികുന്നത്ത് നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഈ സോനുവാണ് തോട്ട ഉണ്ടാക്കാൻ സഹായിച്ചത് എന്നുള്ളതാണ് ഈ പ്രതിയായ രാജപ്പൻ എന്ന രാജീവിന്റെ മൊഴി. ഈ മൊഴിയിൽ പ്രകാരമാണ് സോനുവിനെ തിരക്കി അന്വേഷണ സംഘം പോയത്. ഈ കാറിൽ ഉണ്ടായിരുന്ന സംഘത്തിൽ സോനു കൂടി ഉണ്ടായിരുന്നുവെന്ന് ഈ കാറിൽ സഞ്ചരിച്ചിരുന്നവർ മൊഴി നൽകി. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സോനുവിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഈ സോനുവിനെ ഇപ്പോൾ ഓച്ചിറ സിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യുകയും തുടർന്ന് ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉന്നത ഉദ്യോഗസ്ഥരടക്കം ചോദ്യം ചെയ്യും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും ഈ കൃത്യവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുത്ത 2 പേരെ കൂടി ഉടൻ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസമാണ് പോലീസ് പങ്കുവെക്കുന്നത്. അരുൺരാജ്, ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കുമ്പോഴാണ് ഈ ജിം സന്തോഷിനെ മാത്രമല്ല മറ്റു ചിലരെ കൂടി ഈ സംഘം കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. അതിലെന്താണ് വസ്തുതയുള്ളത്? ഒപ്പം തന്നെ ഈ ജിം സന്തോഷിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ചില സ്പോട്ട് ചെയ്തിരുന്നു എന്നൊക്കെയുള്ള വാർത്തകളുണ്ട്. അത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? നിലവിൽ പിടിയിലായവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇങ്ങനെയാണ് ഈ കാര്യങ്ങളെ വിശദീകരിക്കുന്നത്. പ്രജിൻ, ആദ്യഘട്ടത്തിൽ ചവറ തെക്കുംപാം സ്വദേശി കൂടിയായ സിനോ പീറ്റർ എന്ന വ്യക്തിയാണ് ആദ്യഘട്ടത്തിൽ ഇവർ സ്പോട്ട് ചെയ്യുന്നത്. അയാളെ കൊലപ്പെടുത്താൻ തന്നെയായിരുന്നു ഇവരുടെ സംഘത്തിന്റെ പദ്ധതി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ സംഘം അലുവ അതുലിന്റെ നേതൃത്വത്തിലുള്ള സംഘം കുക്കു എന്ന നമ്മൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതിയുടെ വീട്ടിലെത്തുകയും ഇവിടെ വെച്ച് മുഖംമൂടിയും അതുപോലെ തന്നെ കയ്യൂറടക്കം ധരിച്ചുകൊണ്ട് ഈ കൊലപാതകത്തിന് തയ്യാറായി അവിടെ നിന്ന് യാത്ര തിരിക്കുകയുമാണ് ചെയ്യുന്നത്. തുടർന്ന് ഈ ചവറ ഭാഗത്ത് എത്തുമ്പോഴാണ് ഇയാൾ വീട്ടിലില്ലെന്ന് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നാണ് ഈ സംഘം ഈ പദ്ധതി ഉപേക്ഷിക്കുന്നത്. തുടർന്ന് ഇവർ തിരിച്ച് കരുനാഗപ്പള്ളിയിലേക്ക് വരുന്ന വഴിയാണ്. കരുനാഗപ്പള്ളിയിൽ ഇനി സന്തോഷ് എന്ന വ്യക്തി വേണ്ട, ഈ ഗുണ്ട കുടിപ്പക തന്നെയാണ് ഇതിന് പിന്നിലുള്ള കാരണം. അത് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് മുഖ്യ സൂത്രധാരനായ പങ്കജിന് ഈ കേസിൽ സന്തോഷുമായി വളരെ കാലമായി വ്യക്തിവിരോധമുണ്ട്. കഴിഞ്ഞ നവംബറിലടക്കം പങ്കജിനെ കുത്തിയ കേസിലെ പ്രതി കൂടിയാണ് സന്തോഷ്. അതുകൊണ്ട് സന്തോഷിന് ഈ ഗുണ്ടാപ്പണിക്ക് നടക്കേണ്ടതില്ല എന്നുള്ളതാണ് നിലവിൽ ഈ ഗുണ്ടാ സംഘം എടുത്ത നിലപാട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സന്തോഷിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശമില്ലെങ്കിൽ പോലും സന്തോഷിനെ വീട്ടിൽ തന്നെ കിടത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെ ഇവർ ആക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇടത്തേക്കാൽ പൂർണ്ണമായും ഈ കൂടം കൊണ്ടടിച്ച് ഇല്ലാതാക്കുന്ന സ്ഥിതിയടക്കം ഉണ്ടാവുകയും ചെയ്തത്. തുടർന്ന് ഇവർ അവിടെ നിന്ന് മടങ്ങുന്ന വഴി വെച്ചാണ് ഈ കേസിലെ ഈ പങ്കജിന് വിരോധമുള്ള അലുവ അതുലിനടക്കം വിരോധമുള്ള മറ്റൊരു വ്യക്തിയെ കാണുന്നത്. അവിടെ വെച്ച് അയാളെ ശാരീരികമായി ആക്രമിക്കുന്നു. പക്ഷേ ഈ കൊലപാതകങ്ങൾ അവസാനം നടന്ന ഈ സന്തോഷിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശം തങ്ങൾക്കില്ലായിരുന്നു എന്നുള്ളതാണ് പ്രതികൾ ഇപ്പോൾ പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴി. ഈ സന്തോഷിനെ പെട്ടെന്ന് ഈ അക്രമമടക്കം നേരിടേണ്ടി വരികയും ശ്വാസമുട്ടലടക്കം നേരിടേണ്ടി വരികയും ചെയ്തതിന് പിന്നാലെ ഈ സന്തോഷിന്റെ മരണം സംഭവിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് കൂടി വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കൊലപാതകം നടന്നിരിക്കുന്നു. ഈ പ്രതികൾ പദ്ധതിയിട്ടിരുന്നത് മറ്റു 2 പേരെ കൂടി കൈകാര്യം ചെയ്യാനാണ്. പക്ഷെ അത് നടന്നില്ല. അവർ വീട്ടിലില്ലാത്തതിനാലാണ് തുടർന്ന് മടങ്ങി വരുന്ന വഴിയിൽ സന്തോഷിനെ ഇവർ ശാരീരികമായി ആക്രമിക്കുന്നത്. വളരെ വ്യക്തമാണ്. അരുൺരാജാണ് എന്താണ് ജിം സന്തോഷ് കൊലപാതകത്തിലേക്ക് ഈ പ്രതികൾ എത്താനുള്ള കാരണം, ഏത് രീതിയിലാണ് അത് കൊലപ്പെടുത്തത്, ആരെയാണ് നേരത്തെ പ്ലാൻ ചെയ്തത്, ഈ കാര്യങ്ങളായിരുന്നു അരുൺരാജ് വിശദീകരിച്ചത്. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ ഒരാൾ കൂടി പിടിയിലായിട്ടുണ്ട്. 6 പേരെയാണ് ഈ കൊലപാതക സംഘത്തിലുള്ളതായി പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്.